നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സ്ത്രീവിരുദ്ധ വീഡിയോ ഒന്നുമല്ല. എനിക്ക് സ്ത്രീകളോട് വിരുദ്ധതയുമില്ല, വിരോധവുമില്ല. കുട്ടിക്കാലം മുതലേ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് കേട്ട് പഠിച്ച് പറഞ്ഞ് വളർന്നു വന്ന എനിക്ക് സ്ത്രീകളോട് ബഹുമാനവും ആദരവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷേ പുരോഗമന ചിന്താഗതിയുടെ കുട്ടയെടുത്ത് തലയിൽ വെച്ച് യൂറോപ്യൻ സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന അങ്ങനെയുള്ളവരോട് എനിക്ക് ബഹുമാനവും പ്രതിബദ്ധതയും സ്നേഹവും ഒന്നുമില്ല എന്ന് കരുതി അവരെയൊക്കെ നന്നാക്കാൻ എനിക്ക് താല്പര്യവുമില്ല. പക്ഷേ ഫെമിനിസത്തിൻ്റെ ചൂട്ടും കത്തിച്ച് വെച്ച് ആണുങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറാൻ വന്നാൽ അത് കണ്ടോണ്ടിരിക്കാനും പറ്റത്തില്ല. ഞാനിതിങ്ങനെ എടുത്തൊരു ആമുഖം പറഞ്ഞത്, എല്ലാവരും പറയാറുണ്ട് എപ്പോഴും ഞാൻ സ്ത്രീകളെ വിമർശിക്കുമെന്നും. സ്ത്രീരൂപം പൂണ്ടവരെ എല്ലാം സ്ത്രീകളായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കാമുകന് വിഷം കൊടുത്തു കൊന്ന അഖിലയെയും നമ്മൾ ബഹുമാനിക്കണം. കാമം മൂത്ത് സ്വന്തം കുഞ്ഞുങ്ങളെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും കൊന്ന ജോളിയെയും നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ അത് വിട്, കാര്യത്തിലോട്ട് വരാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് മലയാള സിനിമാ മേഖലയിലെ അവീതത്തിൻ്റെയും അഴിഞ്ഞാട്ടത്തിൻ്റെയും പീഡനത്തിൻ്റെയും വാർത്തകളാണല്ലോ കേരളക്കരയാകെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നായികമാരിൽ ഒരാളാണ് രേവതി സമ്പത്ത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ട് തകർക്കുന്നുണ്ട്. സിദ്ദീഖ് എന്നെ പീഡിപ്പിച്ചു, ഇടവേള ബാബു എന്നെ പീഡിപ്പിച്ചു, ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ എന്നെ കയറി പിടിച്ചു, മറ്റവൻ എന്നെ ഞോണ്ടി, ലവൻ എന്നെ പിച്ചി. അങ്ങനെ നല്ല അഭിനയത്തോടു കൂടി വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അവളെയും താങ്ങിക്കൊണ്ട് കുറേ ആങ്ങളമാർ ഫേസ്ബുക്കിലുമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, തെളിവൊന്നും വേണ്ട, ആണിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ അവന്മാരുണ്ട്. കാരണം ഫേസ്ബുക്കിൽ ഫ്രണ്ട് ലിസ്റ്റിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് രോമാഞ്ച പുളകിതരായിട്ട് വേണം ഇവരോട് സ്നേഹം തോന്നാൻ. ഇനി കാര്യത്തിലോട്ട് വരാം. രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി അതിജീവത, പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന ധീരനായിക, ധീരവനിത. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നൊരു വാർത്ത വരുന്നുണ്ട്. പുറത്താക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കൂടെ ആ കോളേജിൽ പഠിച്ച ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ മൊബൈലിൽ പകർത്തി അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് രേവതി സമ്പത്ത് എന്ന് പറയുന്ന വർത്തമാനകാലത്തിലെ അതിജീവിതയെ അന്ന് കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഏതാണ്ട് 20ഓളം പെൺകുട്ടികൾ ഈ പറയുന്ന കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച അതിജീവതയ്ക്കെതിരെ അന്ന് കോളേജിൽ പരാതി കൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത്, ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ അവിഹിതത്തിൻ്റെയും മദ്യത്തിൻ്റെയും മദിരാശിയുടെയും അഴിഞ്ഞാട്ടത്തിൻ്റെയും മേഖലയാണെന്ന് എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന ഒരു വലിയ സത്യമാണ്. എന്നിട്ടും അതിനകത്ത് കൊണ്ട് തലവെച്ച് കൊടുത്ത് നേടാനുള്ളതെല്ലാം നേടിയെടുത്ത് ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എങ്കിൽ അവനെ ഒന്ന് ചൊറിയാമെന്ന് കരുതി വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. പിന്നെ ഈ പെണ്ണ് എന്ത് പറഞ്ഞാലും അതും താങ്ങിക്കൊണ്ട് കിടക്കുന്ന ആൺവർഗത്തിനോട് പറയാനുള്ളത്, അവനവൻ്റെ നിലപാടിൽ ജീവിക്കുക. മറ്റുള്ളവരുടെ നിലപാടിൽ ജീവിക്കുന്നത് ആത്മഹത്യയേക്കാൾ മോശമാണ്. അവനവൻ്റെ നിലപാടിൽ ജീവിക്കുമ്പോൾ ശത്രുക്കളുണ്ടാവും. എന്നെപ്പോലെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കാര്യം എന്താ, നമുക്ക് ഈ തരുണീമണികളുടെ സ്നേഹ തലോടലൊന്നും വേണ്ട. തെറ്റ് ചെയ്താൽ ആണായാലും പെണ്ണായാലും വിളിച്ചു പറയും. അതുകൊണ്ട് ശത്രുക്കൾ കൂടുതലാണ് എന്ന് കരുതി കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പറയാനുള്ളത്, രേവതി സമ്പത്തിനെ പോലുള്ളവരോട് പറയാനുള്ളത്, ഒരു പെണ്ണെന്നാൽ, ഒരുത്തൻ ഒരാണ് മോശമായി പെരുമാറിയാൽ, അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറിയാൽ കാലിൽ കിടക്കുന്ന ചെരുപ്പൂരി ആ നിമിഷം അവൻ്റെ കവാലക്കുറ്റിക്ക് കൊടുക്കാനുള്ള ആത്മധൈര്യം നിനക്കുണ്ടാകണം. അതിന് നിനക്ക് കഴിവില്ലെങ്കിൽ നിയമപരമായിട്ട് അതിനെ നേരിടാനുള്ള കഴിവുണ്ടാകണം. അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞോണ്ടി പിച്ചി എന്നൊക്കെ പറയുന്നത് വെറും ഒരു മോശത്തരം മാത്രമാണ്. പുള്ളിക്കാരത്തേക്ക് വാർത്താ പ്രാധാന്യം വേണം. ഇനി മറ്റുള്ള സ്ത്രീകളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾക്ക് പേരും പ്രശസ്തിയും പണവുമാണ് ആവശ്യമെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഉദാഹരണം നിങ്ങൾക്ക് തെളിവ് സഹിതമുണ്ട്, നീളാ നമ്പ്യാരും രശ്മി ആർ നായരുമൊക്കെ. ഇത്രയൊക്കെ പറഞ്ഞേ പറ്റൂ. കാരണം പെൺരൂപം പൂണ്ട താടകമാരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ജീവിതം കോഞ്ഞാട്ടയായിപ്പോയ നിരവധി ആണുങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടുണ്ട്, നാണം കെട്ടിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം 20-ാം നൂറ്റാണ്ട് വരെയുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ പെണ്ണുങ്ങളാണ് സത്യത്തിൽ ആണുങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ കൂടുതൽ. എടുത്തു പറയാനാണെങ്കിൽ ലൈവ് ഷോ, പെയ്ഡ് ലൈവ് ന്യൂഡ് ഷോ നടത്തി കാശുണ്ടാക്കുന്നതിൽ മലയാളികളുമുണ്ട്.
കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുമുണ്ട്. ഇവളൊക്കെ നാളെ പതിവ്രത ചമഞ്ഞ് കെട്ടാൻ വരുന്ന ഏതെങ്കിലും പാവപ്പെട്ടവന്റെ തോളത്ത് പവിത്രതയുടെ ചാരിത്രത്തിന്റെ അങ്ങേയറ്റം നിറഞ്ഞു നിന്നാടി അവൻ്റെയൊക്കെ തലയിൽ കയറിയിരുന്ന് അവൻ്റെയൊക്കെ ജീവിതം കോഞ്ഞാട്ടയാക്കുകയും ചെയ്യും. അപ്പം ഞാനിത്രയും പറഞ്ഞത്, പ്രതികരിക്കേണ്ടതിന് പ്രതികരിക്കണം. അവിടെ ആണെന്നോ പെണ്ണെന്നൊന്നുമില്ല. സിദ്ദീഖിനെയും ഇടവേള ബാബുവിനെയും ജയസൂര്യയൊന്നും ഞാൻ അംഗീകരിക്കുന്നതുമില്ല, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതുമില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ തേരുന്നു.